വർമാസ് കോപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC നടത്തുന്ന ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഇൻ്റർവ്യൂ സംബന്ധിച്ച വീഡിയോ ക്ലാസ്സുകളാണ് നമ്മൾ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂ ബോർഡിനെ ഫേസ് ചെയ്യുന്നത്, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ ഇൻ്റർവ്യൂ ബോർഡിൽ എത്ര അംഗങ്ങളുണ്ടായിരിക്കും എന്നെല്ലാം വിശദമായിട്ട് പറഞ്ഞിരുന്നു. എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ സബ്ജക്റ്റ് വൈസ് ആയിട്ട് ഉള്ള ചോദ്യങ്ങൾ, അതിലേതാണ് കൂടുതൽ പ്രസക്തി, അതിൻ്റെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ, ഇതെല്ലാമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പൊതുവായിട്ട് അറിയേണ്ട ചില വസ്തുതകൾ സഹകരണവുമായി ബന്ധപ്പെട്ട് വരുന്ന ജനറലായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാകും. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് സംബന്ധിച്ച് ചോദ്യങ്ങൾ മിക്കവാറും നിങ്ങളോട് ചോദിക്കുന്ന ഇൻ്റർവ്യൂ ബോർഡിൽ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരിക്കും, രജിസ്ട്രാറോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു അഡീഷണൽ രജിസ്ട്രാറോ ആയിരിക്കാം ഇൻ്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരിക്കുക. അദ്ദേഹമായിരിക്കും നിങ്ങളോട് ഈ സൊസൈറ്റീസ് ആക്ട് സംബന്ധിച്ച കാര്യങ്ങൾ, ചോദ്യങ്ങൾ എല്ലാം ചോദിക്കുക. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം: ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോപ്പറേഷൻ, സഹകരണ വകുപ്പിൻ്റെ തലവൻ ആരാണ്? സ്പെഷ്യൽ സെക്രട്ടറിയാണ്. സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ്, സർക്കാരിൻ്റെ ഒരു സെക്രട്ടറിയാണ് സഹകരണ വകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥൻ. എല്ലാ വകുപ്പുകൾക്കും സെക്രട്ടറിമാരുണ്ടാകും. ഒഫീഷ്യൽ ഹെഡാണ്. അതിന് മുകളിൽ മിനിസ്റ്ററുണ്ട്. അപ്പോൾ ഒഫീഷ്യലായിട്ട് വരുമ്പോൾ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സെക്രട്ടറിയാണ്. പ്രസൻറ്റ് സെക്രട്ടറി ആരായിരിക്കും? അതും കൂടെ നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകണം. ഡോക്ടർ വീണ എൻ മാധവൻ, IAS. അപ്പോൾ സെക്രട്ടറിയുടെ കണ്ടു. അത് കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്, കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് എന്ന് പറയുന്നത് രജിസ്ട്രാറാണ്, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇപ്പോഴത്തെ രജിസ്ട്രാർ ഡോക്ടർ D. സജിത്ത് ബാബു, IAS ആണ്. ഓഡിറ്റ് വിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ അഡ്മിനിസ്ട്രേഷൻ വിങ്ങാണ് നമ്മൾ കണ്ടത്, ജനറൽ വിങ്. ഇനി ഓഡിറ്റ് വിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ ഓഡിറ്റ് വിങ്ങിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് DCA ആണ്, അതായത് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റാണ്. പ്രസൻറ്റ് ഡയറക്ടർ ശ്രീമതി ഷെറിൻ MS, IA&AS ആണ്. IA&AS ആണ് ഓഡിറ്റ് വിങ്ങിൻ്റെ ഹെഡ് ആയിട്ടുള്ള ഷെറിൻ MS. IAS അല്ല, IA&AS ആണ്. IA&AS എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ് എന്നാണ്. ഇനിയും സഹകരണ നിയമത്തിൽ നിന്ന് പ്രധാനപ്പെട്ട സെക്ഷനുകൾ, അതുപോലെ റൂളുകൾ, ഇതെല്ലാം ചോദിക്കാം. ഇതിൽ ഏതെല്ലാമാണ് പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കത്തില്ല, മുൻകൂട്ടി നമുക്ക് പറയാൻ സാധിക്കത്തില്ല. എല്ലാം പ്രധാനപ്പെട്ടാണ്, ഏത് വേണേൽ ചോദിക്കാം. ഉദാഹരണമായിട്ട് ചില പ്രസക്തമായ ചില സെക്ഷനുകൾ ഞാൻ പറയാം. ഇപ്പോൾ സെക്ഷൻ 3 ചോദിക്കാൻ സാധ്യതയുണ്ട്. സെക്ഷൻ 3 എന്ന് പറയുന്നത് രജിസ്ട്രാറാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം. ഇപ്പോൾ സഹകരണ നിയമത്തിൽ ലേറ്റസ്റ്റായിട്ട് ധാരാളം ഭേദഗതികൾ വന്നിട്ടുണ്ട്. അപ്പം ആക്റ്റിലും ചട്ടങ്ങളിലും വന്നിരിക്കുന്ന അമെൻഡ്മെൻറ്റ്സ്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. കാര്യം പഴയ, ഇപ്പോൾ ഫീസിൻ്റെ കാര്യത്തിലാണേലും അതുപോലെ ടൈം ലിമിറ്റിൻ്റെ കാര്യത്തിലാണേലും എല്ലാം പഴയതിൽ നിന്നും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പഠിക്കണം. നമ്മുടെ തന്നെ വീഡിയോ, ഇത് സംബന്ധിച്ച വീഡിയോകൾ ധാരാളം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓരോ സെക്ഷനുകളുടെയും അമെൻഡ്മെൻറ്റ്സ് പ്രത്യേകം എടുത്തു പറഞ്ഞ്
ക്ലാസ്സുണ്ട്. അതുപോലെ തന്നെ റൂൾസിൻ്റെ അമെൻഡ്മെൻറ്റ്സും പറയുന്നുണ്ട്, പ്രത്യേകമുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ട് പഠിക്കുക, അതുപോലെ കണ്ടുപഠിക്കുക. അതും കൂടെ ഈ കൂട്ടത്തിൽ നിങ്ങൾ പഠിച്ചിട്ട് വേണം അറ്റൻഡ് ചെയ്യാൻ. അപ്പോൾ സെക്ഷൻ 3 രജിസ്ട്രാറാണ്. അതിലൊരു അമെൻഡ്മെൻറ്റ് വന്നിട്ടുണ്ട്. രജിസ്ട്രാർ എന്ന് പറയുന്നത് നേരത്തെ എനി പേഴ്സൺ എന്നായിരുന്നു, അത് മാറി. ഇപ്പോൾ അമെൻഡ്മെൻറ്റിൽ രജിസ്ട്രാറെ അപ്പോയിൻ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്യുന്നത് എനി ഓഫീസർ എന്നാണ്. എനി ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ ആയിരിക്കാം വേണമെങ്കിൽ സർക്കാരിന് രജിസ്ട്രാറായി അപ്പോയിൻ്റ് ചെയ്യാം എന്നാണ് ഇപ്പോൾ ഭേദഗതി വന്നിരിക്കുന്നത്. ഇനിയും സെക്ഷൻ 65 എൻക്വയറിയെ സംബന്ധിച്ചാണ്. സെക്ഷൻ 8 പ്രധാനപ്പെട്ട ഒന്നാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഒരു സഹകരണ സ്ഥാപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. അതുപോലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് രജിസ്റ്റർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അത് മിനിറ്റ്സ് ബുക്കാണ്. അക്കൗണ്ട് ബുക്ക് ഏതാണ് പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചാൽ സഹകരണ സ്ഥാപനങ്ങളിൽ ഡേ ബുക്കാണ്, ഇവിടുത്തെ നാൾ വഴി എന്ന് പറയുന്നതാണ്. അപ്പോൾ 65 എൻക്വയറി സംബന്ധിച്ച് സെക്ഷൻ 66 ഇൻസ്പെക്ഷൻ, 68 സർചാർജ്, സെക്ഷൻ 32 സൂപ്പർസെഷൻ ഓഫ് കമ്മിറ്റി, സെക്ഷൻ 33 അപ്പോയിൻമെൻറ്റ് ഓഫ് ന്യൂ കമ്മിറ്റി ഓർ അഡ്മിനിസ്ട്രേറ്റർ, അതുപോലെ സെക്ഷൻ 17 എന്ന് പറയുന്ന എക്സ്പൾഷൻ ഓഫ് മെമ്പർ, 27 ഫൈനൽ അതോറിറ്റി ഇൻ എ സൊസൈറ്റി, 29 ആനുവൽ ജനറൽ ബോഡി, സെക്ഷൻ 30 എന്ന് പറയുന്നത് സ്പെഷ്യൽ ജനറൽ ബോഡി, സെക്ഷൻ 72 എന്ന് പറയുന്നത് ലിക്വിഡേറ്ററെ സംബന്ധിച്ചാണ്. അതുപോലെ റൂള് 8 ഫസ്റ്റ് ജനറൽ ബോഡിയാണ്. അപ്പോൾ ഫസ്റ്റ് ജനറൽ ബോഡി ആരാണ് വിളിച്ചു കൂട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹു ക്യാൻ കൺവീൻ ദ ഫസ്റ്റ് ജനറൽ ബോഡി? ചീഫ് പ്രൊമോട്ടറാണ്. അതുപോലെ ലാസ്റ്റ് ജനറൽ ബോഡി ലിക്വിഡേറ്ററാണ് വിളിച്ചു കൂട്ടുന്നത്. കോറം വേണ്ടാത്ത ഒരു പൊതുയോഗമാണ് ലാസ്റ്റ് ജനറൽ ബോഡി. അതുപോലെ സെക്ഷൻ 63യും 64 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ഓഡിറ്റ് സംബന്ധിച്ച കാര്യങ്ങളാണ്. റൂൾ 65 എന്ന് പറയുന്നത് ലെവി ഓഫ് ഓഡിറ്റ് ഫീസാണ്. ഇപ്പോൾ ഓഡിറ്റ് ഫീസ് എന്താണ്, ഓഡിറ്റ് കോസ്റ്റ് എന്താണ് എന്നൊക്കെ നോക്കണം. അതുപോലെ ടെസ്റ്റ് ഓഡിറ്റ്, ഓഡിറ്റ് പ്രോഗ്രാം, ഇതെന്താണെന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള പ്രധാനപ്പെട്ട സെക്ഷനുകൾ, റൂളുകൾ, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, സഹകരണ തത്വങ്ങൾ നോക്കിക്കൊണ്ട് പോകണം. പിന്നെ ബാങ്കിങ്ങിൽ നിന്നും അക്കൗണ്ടിങ്ങിൽ നിന്നും എല്ലാം കുറച്ച് ചോദ്യങ്ങളുണ്ടാവും. ഒരു 10-15 മിനിറ്റ് മാക്സിമം, 10-15 മിനിറ്റ് അതിൽ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ സബ്ജക്റ്റുകളും 1-2 ചോദിച്ചുകൊണ്ട് ആയിരിക്കും ഇൻ്റർവ്യൂ നടത്തുക. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി അറ്റൻഡ് ചെയ്താൽ, അതിനേത് ഏറ്റവും ആദ്യം വേണ്ടത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാകും. ആദ്യമായിട്ടൊക്കെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർക്കൊരു ടെൻഷൻ ഉണ്ടാകും. ആ ടെൻഷൻ്റെ കാര്യമില്ല. നിങ്ങൾ യാതൊരു വിധത്തിലുള്ള ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ 3-4 പേരുടെ മുമ്പിൽ ആദ്യമായിട്ട് ചെന്നിരിക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും, സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. മനസ്സിൽ തന്നെ നിങ്ങൾ പറയുക, എനിക്ക് ടെൻഷൻ ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞ് പല പ്രാവശ്യം പറഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി. നമുക്ക് യാതൊരു വിധത്തിലുള്ള കുഴപ്പമുണ്ടാകത്തില്ല. അപ്പോൾ ഭംഗിയായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. എല്ലാവർക്കും ഇൻ്റർവ്യൂവിൽ ഭംഗിയായി അറ്റൻഡ് ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.